ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പി എന്താണെന്ന് പരിചയപ്പെട്ടാലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യമേ തന്നെ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. ഒരു 250 ഗ്രാം അളവിൽ വരുന്ന ക്യാരറ്റ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാളയും തൊലിയൊക്കെ പൊളിച്ച് അതും ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഏത് തോരൻ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിച്ചാലും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. അഥവാ നമ്മൾ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നതെങ്കിൽ അത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാനിങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ക്യാരറ്റ് തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടി നല്ലോണം ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്നുകൊണ്ടിരിക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് ഫസ്റ്റ് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റും സവാളയും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ വെജിറ്റബിൾ ഒരു 5 to 7 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേണം കുക്ക് ചെയ്യേണ്ടത്. വെജിറ്റബിളും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സാധാരണയായി ഞാൻ തയ്യാറാക്കുമ്പോൾ പൊടിയുപ്പാണ് ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് തന്നെ വെജിറ്റബിൾ എളുപ്പത്തിൽ കുക്കായി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് ഇതിൻ്റെ ബാക്കി പ്രോസസ്സിലോട്ട് പോകാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കൈപ്പിടി അളവിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് 1/2 ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതും ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വെജിറ്റബിൾ വെന്തോ ഇല്ലേന്ന് നോക്കാം. നമ്മുടെ വെജിറ്റബിൾ ഇപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത് 2 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ക്യാരറ്റ് തോരൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മസ്റ്റായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക.